ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ് അല്ലേ. ഡാറ്റ ഹാൻഡ്ലിംഗ് അതായത് പാർട്ട് 11. ഓക്കെ, പാർട്ട് 11 ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ്. ഇതിൽ നമ്മൾ എങ്ങനെയൊക്കെ ഡാറ്റ ഹാൻഡിൽ ചെയ്യണം എങ്ങനെയൊക്കെയാണ് അത് മിസ് ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വായിക്കുകയാണ്. ദിസ് ഈസ് ദ ബ്ലോക്ക് കോഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. This part focus the usability of computers handling available data that is great use of organization. അതായത് ഡാറ്റ അവൈലബിൾ ആയ ഡാറ്റയെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് അല്ലേ. അവൈലബിൾ ആയ ഡാറ്റയെ നമ്മൾ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു, അതായത് ഡാറ്റ ഹാൻഡ്ലിംഗ് എന്തിനു വേണ്ടിയിട്ട്, ഓർഗനൈസേഷൻ ഫോർ എൻ ഓർഗനൈസേഷൻ computers in application business for handling available data that of great use for the organization. This block will familiarize the learners with various data handling techniques, service and security measures to their application in business. It also focus the applicability of internet in business faculties and organization in conducting their business smoothly. Comprise of 4 units. The detail of this mentioned below. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ വെരി യൂണിറ്റ് ബ്ലോക്ക് ഇൻട്രൊഡ്യൂസ് ദ റീഡേഴ്സ് വിത്ത് ദ കമ്പ്യൂട്ടർ ഡാറ്റ ഇൻഫർമേഷൻ, ഹൈലൈറ്റ് ദ നീഡ് ഓഫ് ഇംപ്ലിക്കേഷൻ ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ, BIS അതായത് അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്തിൽ, അതായത് യൂണിറ്റ് 5 ഈ ഒരു സബ് പോയിന്റ് ഡാറ്റ ഇൻഫോർമേഷൻ യൂണിറ്റ് സബ് പോയിന്റ് ആയ 5 നമുക്ക് പഠിക്കാനുള്ളത് എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം BIS. എന്താണ് BIS? BIS മീൻസ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ഡാറ്റ ഇൻഫോർമേഷൻ നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് സബ് പോയിന്റ് 6 പഠിക്കാനുള്ളത് ലേണേഴ്സ് അവേ ദ സൈബർ സെക്യൂരിറ്റി ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് നമ്മൾ ഈ ഒരു സബ് പാർട്ടിൽ പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. ഈ ഒരു സബ് പാർട്ടിൽ നമുക്ക് ഇൻ്റർനെറ്റ് എങ്ങനെയാണ് ഈ ഒരു സബ് പാർട്ടിൽ പഠിക്കാനുള്ളത് ബെനിഫിറ്റ് ആൻഡ് ഫങ്ഷൻ ഓഫ് വേരിയസ് സർവീസ് ഇൻ സച്ച് എൻ ഇമെയിൽ ആൻഡ് ഇമെയിൽ അല്ലേ. ഇൻ്റർനെറ്റ് ആൻഡ് ഇമെയിലായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ബിസിനസ്സിലേക്ക് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് പ്ലാസ്റ്റിക് മണി കെയിം ടു എക്സ്റ്റെൻഡ് ഇറ്റ് യൂസേജ് ഓഫ് പ്രസൻറ്റ് ടൈം. പ്ലാസ്റ്റിക് മണി അതായത് 8th സബ് പാർട്ട് 8 ഡിജിറ്റൽ പേയ്മെൻറ്റ് എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്റ്റിക് മണിയുടെ യൂസേജ് ആണ്. പ്ലാസ്റ്റിക് മണിയുടെ യൂസേജ്, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് മണിയുടെ യൂസേജ് എത്രത്തോളം ഉണ്ടെന്നാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻട്രൊഡ്യൂസ് ദ റീഡേഴ്സ് ഓഫ് ദ കൺസെപ്റ്റ്. ബിസിനസ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ വർക്കിംഗ് ഓഫ് എക്കണോമി ഫോർ എ കൺട്രി. ഇറ്റ് ഈസ് ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ എക്കണോമി ആൻഡ് ആബ്സെൻസ് ഓഫ് ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ദ എക്കണോമി വിച്ച് പ്രിമിറ്റീവ് ആൻഡ് എഫക്റ്റീവ്. അതായത് ബിസിനസ് ഒരു രാജ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഫീൽഡിലേക്ക് നമുക്ക് എന്തും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടറും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. And it is the essential for its growth, and this growth is very fundamental level of related to understanding business basic with the leads of information collected the record of analysis. അതായത് ഡാറ്റ കളക്ട് ചെയ്താൽ മാത്രം പോരാ, ഡാറ്റ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ശരിയാണോ തെറ്റാണോ, എങ്ങോട്ടൊക്കെയാണ് ഈ ഡാറ്റാസ് ഫോർവേഡ് ചെയ്യേണ്ടത്, എന്താണെന്നൊക്കെ കുറേ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകും. Then how the trends of business behave and the connection of economy and specific segment of the business. അതായത് ബിസിനസ്സിലെ സ്പെസിഫിക് സെഗ്മെൻറ്റും കണക്ഷൻ ഓഫ് ദ ഇക്കണോമി ആൻഡ് ബിസിനസ് ബിഹേവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രധാനമായിട്ട് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനിൽ മനസ്സിലാക്കണം. 3 കാര്യം. ഹൗ ടു ട്രെൻഡ് ടു ബിസിനസ് ബിഹേവ്, പുതിയ ട്രെൻഡുകളിലൂടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയണം. ദെൻ വാട്ട് ഈസ് ദ കണക്ഷൻ ഓഫ് ഇക്കണോമി, അത് സാമ്പത്തിക മേഖലയിലേക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് പഠിക്കണം. വാട്ട് ആർ ദ സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് ബിസിനസ്സിലെ സ്പെസിഫിക് സെഗ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. Okay, the business not all has a smooth running curve. The growth of a business is not uniform always. ഒരു ബിസിനസ് എപ്പോഴും യൂണിഫോം ഒരേപോലെ അല്ല. ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും, ചിലപ്പോൾ ലാഭം ഉണ്ടാവും.
ഇറ്റ്സ് മേ ബി റൈസ് ആൻഡ് ദ ഫാൾ മേ ബി ലൈക്ക് എ പ്ലാറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ദ റൈസ് ഓഫ് എ, അതായത് ഒരു ബിസിനസ് മേഖലയിലെ നമ്മളെ കേവ് വരയ്ക്കുമ്പോൾ എപ്പോഴും എന്തായിട്ട് ഒരേപോലെ തന്നെ പോകണമെന്നില്ല. ഒരുപക്ഷെ ലെസ് ആവാം, ഒരുപക്ഷെ ബെനിഫിറ്റ് ആവാം. Today, the modern organization like open system, there is an information exchange between these open system, adapt the changes in continuously impose the changing technology and market dynamic. നമ്മൾ എപ്പോഴും കണ്ടിന്യൂലി ചേഞ്ച് ഇൻ മാർക്കറ്റ് ഡൈനാമിക് ആൻഡ് ചേഞ്ചിങ് ഇൻ മാർക്കറ്റ് ടെക്നോളജി ആൻഡ് മാർക്കറ്റ് ഡൈനാമിക്സിലെ മാർക്കറ്റിലുള്ള ബിസിനസ് തന്ത്രങ്ങളും ബിസിനസ് ഒരു ഇതൊക്കെ എന്തുകൊണ്ടും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ദ നീഡ് ഓഫ് ദ ഹവർ വി ഹാവ് ടു the need of the hour in to have the right information at the right time. നമ്മൾ റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ, അതായത് സമയത്ത് നമുക്ക് എന്ത് കിട്ടണം, ഡാറ്റ കിട്ടണം, ഇൻഫർമേഷൻ കിട്ടണം. അതേ സമയത്ത് നമ്മൾ അത് എന്താ ചെയ്യണം, പ്രാക്ടിക്കലാക്കി ചിന്തിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കാനും പറ്റണം. ഇൻ ഓർഡർ ടു അച്ചീവ് ദിസ് ഇൻഫർമേഷൻ യു നീഡ് ടു ഗ്യാതേർഡ് ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇവാലുവേറ്റഡ് ദ ഫോം ഓഫ് ഇറ്റ്സ് എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. അതൊരു എഫക്റ്റീവ് ഡിസിഷൻ, അതായത് ഇൻഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ തീരുമാനിക്കുന്നത്. The rise of information system largely due to the change in business environment. അതായത് ദ റൈസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് ഇൻഫർമേഷൻ സിസ്റ്റം റൈസ് ചെയ്തതോടുകൂടിയാണ് നമുക്ക് എന്തിന് ലാർജ്ലി അറ്റ് ദ ചേഞ്ച് ഇൻ ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ് പരിസ്ഥിതിയിൽ തന്നെ വലിയൊരു മാറ്റം വരുത്താൻ സാധിച്ചത്. വിച്ച് ഈസ് എഫക്റ്റീവ് ടു ദ ഗ്ലോബലൈസേഷൻ. നമുക്ക് ഗ്ലോബലൈസേഷനിലാണ് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്തത്. Okay, then the business information system, there are numerous factors that lead to design of business information system. Business information system ഏതൊക്കെയാണെന്ന്, business information system, business information, okay, business information system ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് there are 6 ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ആണുള്ളത്. അത് മിസ് വായിച്ചുതരാം. ഓർഗനൈസേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, ഓർഗനൈസേഷൻ ഓഫ് സ്ട്രക്ചർ, ദീസ് ആർ ദ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് മിസ് പറയുന്നത്. പ്രധാനമായും 6th 6 വിഭാഗം 6 ഘടകങ്ങളാണ് ഇതിനുള്ളത്. ഫസ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കണം നിങ്ങൾ. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ഈസ് ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ്, സെക്കൻഡ് ഈസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, തേർഡ് ഈസ് ഓർഗനൈസേഷൻ functionalities, fourth is policies of organization, fifth is effective management of decision making capabilities, and last is role of management. Okay, റോൾ ഓഫ് മാനേജ്മെൻ്റ് ആണ്. നമുക്ക് എല്ലാം മാനേജ് ചെയ്യാൻ ഒരു സംഭവം, ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം ഇതെല്ലാം മാനേജ് ചെയ്യാൻ അല്ലേ. ഓക്കെ, ഇറ്റ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺ ഓഫ് ഡിസൈൻ ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് കൺസീവ്ഡ്. ദെൻ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. The origin of the word data as 1640s, whereas the word is used at an English word. The meaning of word is transmissible and computer information and was used in 1946. The origin usage of word data processing was first in 1956. Now അതായത് 1954 and 1946 and 1954 നമ്മുടെ ഡാറ്റ എന്നുള്ള പദങ്ങളും ഡാറ്റ യൂസേജ് എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി. Nowadays it has a more abstract duty life in the compass every observation and fact that sometimes believe that data and information mean the same, them are interchangeable. However, Latin word data, plural of datum, the word from Latin data, the word data derived from Latin, അത് ലാറ്റിൻ പദമാണ് ഡാറ്റ. ഡാറ്റ മീൻസ് പ്ലൂറൽ ഓഫ് ഡാറ്റം, DATUM, ഡാറ്റം. ഓക്കെ, ആൻഡ് ഇൻഫർമേഷൻ carry different perspective. A data is a literal sense would mean any character, word, number. അതെന്താവാം, ഡാറ്റാസ് ഒരുപക്ഷെ നമ്പർ ആവാം, നെയിംസ് ആവാം, അല്ലെങ്കിൽ വേർഡ്സ് ആവാം, പലതരം ഇൻഫർമേഷനും എന്താവാം, ഡാറ്റയായി മാറാം. In this area not put in relevant context, it means nothing to little us. On the other hand, information known to be processed data with can utilize effective decision making. നമുക്ക് ഇങ്ങനെ ഡാറ്റ എന്താവാം, വേർഡ് ആയാലും എന്ത് തന്നെ ഇൻഫർമേഷൻ ആയാലും അത് നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ. അതായത് കിട്ടുന്ന ഇൻഫർമേഷൻ എടുത്തിട്ട്. ഡാറ്റ പ്രോസസ്സിംഗ്, വെൻ ദ ഡാറ്റ ഈസ് ട്രാൻസ്ഫോംഡ് ത്രൂ ദ പ്രോസസ്സിംഗ്. ഡാറ്റ എന്തായി മാറുന്നു, പ്രോസസ്സായി മാറുന്നു. നമുക്കറിയാം
ദ ഈസിയർ അണ്ടർസ്റ്റാൻഡ് ടു ദിസ് അഡ്രസ് ഓഫ് ഓർഗനൈസ് ഫോർം ഒരു ഫോർമാറ്റാണ് മിസ് പറയാൻ പോകുന്നത്. എന്താണ്? റെപ്രസെൻറ്റ് ദ ഫോം ഓഫ് ഡാറ്റ. The form of data is 3 process. The first is data, then processing and inform. ആദ്യം ഡാറ്റ കിട്ടുന്നു, പിന്നെ അത് പ്രോസസ്സ് ചെയ്യുന്നു, അത് അതൊരു പ്രക്രിയയായി മാറുന്നു, നെക്സ്റ്റ് ഇൻഫർമേഷനായി മാറുന്നു അറ്റ് ലാസ്റ്റ്. ഓക്കെ. ആൻഡ് വിസ്ഡം, നോളജ് ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ. അതേമാതിരി വിസ്ഡം, നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്? നോളജ്, അറിവായി മാറുന്നത്. ഈ അറിവാണ് എന്തായി മാറുന്നത്? ഇൻഫർമേഷനായി മാറുന്നത്. നെക്സ്റ്റ് അത് ഡാറ്റ ആയിട്ട് മാറുന്നു. ഓക്കെ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡാറ്റ ടു വിസ്ഡം. അതിലൊരു ചോദ്യം, അതായത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡാറ്റ ടു വിസ്ഡം. എങ്ങനെയാണ് ഡാറ്റ വിസ്ഡമായി മാറുന്നത്? വിസ്ഡം എങ്ങനെയാണ് ഡാറ്റയായി മാറുന്നത്? ഓക്കെ. അതായത് ഇതിൽ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. വിസ്ഡം, ദെൻ ആരോ മാർക്ക് ഇട്ട് നോളജിലേക്ക് പോകുന്നു, നോളജിൽ നിന്ന് ഇൻഫർമേഷനിലേക്ക് പോകുന്നു, ഇൻഫർമേഷനിൽ എങ്ങോട്ട് പോകുന്നു? ഡാറ്റ അതിലേക്ക് പോകുന്നു. Then introduction of business information system. Fine. The business a commercial activity person who are regular occupation. നമുക്ക് റെഗുലറായിട്ടൊരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ ബിസിനസ് എന്ന് പറയുന്നു. അത് ഇസ് എ കൊമേഴ്സ്യൽ ആക്ടിവിറ്റി. അതെന്താണ്? ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയാണ്, നമ്മുടെ സമൂഹത്തിലുള്ള വ്യാപാര ഒരു പ്രവർത്തനം. ഓക്കെ. ഈ ട്രേഡ് ആൻഡ് ഇനി ഓൺലൈൻ പലതരം ബിസിനസ്, ഓൺലൈൻ ബിസിനസ് ഉണ്ട്. ഓക്കെ. ട്രേഡ് ഓർ ആൻ ഓൺലൈൻ ബിസിനസ് ടു ഇക്കണോമി എസെൻഷ്യലി ഡിപ്പെൻഡൻറ്റ് ദ ബിസിനസ് റണ്ണിങ് ദ വേരിയസ് സ്പിയേഴ്സ്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിർബന്ധമായി നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ത്? ഈ ഒരു ബിസിനസ്. ബിസിനസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ബിസിനസ് എന്ത് ചെയ്യുന്നു? കാറ്റഗറൈസ് ഡിഫറെൻറ്റ് ക്ലാസ്സസായി കാറ്റഗറൈസ് ചെയ്തു. ദി ക്ലാസ്സസ് ഡിഫൈൻ ദ ഓപ്പറേഷൻസ്, protocols, investment option, and legal implication and economic independence. അതായത് there are the ownership of business defined to the ownership of a business defines its class. അതായത് ഓണർഷിപ്പ്, ബിസിനസ്സിന് the ownership of business define its class. അത് ക്ലാസ്സായി തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെ? ഓണർഷിപ്പിനെ ക്ലാസ്സായി ഏതൊക്കെയാണ്? പ്രൈവറ്റ്ലി ഓൺഡ്, നോട്ട് ഫോർ പ്രോഫിറ്റ്, സ്റ്റേറ്റ് ഓൺ. അത് ഇതിന് ഓൺഡ് എങ്ങനെയൊക്കെയാണ്? പ്രൈവറ്റ്ലി ഓൺഡ്, നോട്ട് OWNED, ഓണർ അല്ല, OWNER അല്ല, OWNED. ഓക്കെ. പ്രൈവറ്റ്ലി ഓൺഡ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ആൻഡ് സ്റ്റേറ്റ് ഓൺഡ്. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ് എന്തിനല്ല? ലാഭത്തിന് വേണ്ടി അല്ലാത്ത ബിസിനസ്സും. ഓക്കെ. The state earlier the classes have different operational scenarios and classification business follow. അതായത് ക്ലാസിഫിക്കേഷൻ ഈ ബിസിനസ്സിലെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് ഈസ് പാർട്ട്ണർഷിപ്പ്, സെക്കൻഡ് ഈസ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ആൻഡ് തേർഡ് ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, LLC. ഓക്കെ. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, അറ്റ് ലാസ്റ്റ് കോപ്പറേറ്റീവ്. നമുക്കറിയാം കോപ്പറേറ്റീവ്, നമുക്ക് എല്ലാവർക്കും അറിയാം സഹകരണ സ്ഥാപനങ്ങൾ. ഇതെല്ലാം ഒരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആണ് മിസ് ലാസ്റ്റ് പറഞ്ഞത്. പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, അത് LLC, അറ്റ് ലാസ്റ്റ് കോപ്പറേറ്റീവ് ബിസിനസ്. ഇത്രയും ബിസിനസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞ. നെക്സ്റ്റ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം 6 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ബിസിനസ് ക്ലാസിഫിക്കേഷൻ മാറിപ്പോകരുത്. ഓരോ പോയിന്റും മെയിനായിട്ട് താഴെ കറക്റ്റ് പോയിന്റ് വൈസ് നിങ്ങൾ എഴുതാൻ ശ്രമിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.